എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് ഇതേപോലെ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി ഇൻ്റലക്ച്വലി വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകണം. അതാണ് നമ്മൾ ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പ് ആക്കണം എന്ന് പറഞ്ഞത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ. ഇപ്പം ഏറ്റവും കൂടുതൽ IITians, അതേപോലെ IIM, ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് 2 ക്യാമ്പസാണ് IITയും IIMഉം. ഒരുപാട് IIM ഉണ്ട്, ഒരുപാട് IIT ഉണ്ട്. അതിലെ കുട്ടികളെ ക്യാച്ച് ചെയ്തിട്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ട് വാർത്തെടുക്കുന്നു ഇന്ന് രാഹുൽ ഗാന്ധി. എന്താ കാരണം എന്നറിയോ? അടുത്ത ജനറേഷനെ നയിക്കേണ്ടത് ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പാണ് എന്നതുകൊണ്ട് നമ്മൾ ഈ പഴഞ്ചൻ രീതി മാറ്റണം. പഴഞ്ചൻ രീതി മാറ്റണം. ഇപ്പോൾ ഉദാഹരണത്തിന് നാസർ സാഹിബ് ഇവരൊക്കെ പാടെ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം കൊണ്ടുവന്ന് അപ്പോൾ നമ്മളിങ്ങനെ തണുത്തിരിക്കും. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു സ്കോളർഷിപ്പ്. അങ്ങനെയല്ല. നമുക്ക് മക്കളില്ലെങ്കിൽ പോലും, നമ്മുടെ മക്കൾ വലുതായാൽ പോലും കാലങ്ങൾക്ക് ശേഷം ഉയരങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ സ്വപ്നം കണ്ടേക്കണം. ഞാൻ ഇന്നൊരു സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങൾ എരിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വൈകുന്നേരം മോന് ബക്കിംഗ്ഹാം പാലസിൻ്റെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞ, മോനെ എന്ന് പറയടാ, ഉപ്പ എപ്പോഴും പ്രസംഗത്തിൽ പറയുന്ന ബക്കിംഗ്ഹാം പാലസ് മൗലാന മുഹമ്മദ് അലി ജൗഹർ പിടിച്ചു കുലുക്കിയിട്ടില്ല ആ വലിയ ക്യാമ്പസിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് പറ എന്നാണ് പറഞ്ഞത്. ഇല്ലയപ്പ, ഞാൻ അത് പറയണില്ല, ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരാമെന്ന് പറഞ്ഞു. ആ ഒരു സന്തോഷം. ഞാൻ ഇവനെ വെച്ച് സ്വപ്നം കാണും. ഞാൻ സ്വപ്നം കണ്ട കഥ നിങ്ങളോട് പറയല്ല. ഇവന് 3 വയസ്സുള്ളപ്പോൾ നമ്മൾ UK ക്യാമ്പസ് തുടങ്ങുന്നത്. 3 വയസ്സുള്ളപ്പോൾ അന്നേ നമ്മൾ സ്വപ്നം കണ്ടതാണ് അവനെ പുറത്ത് നല്ല യൂണിവേഴ്സിറ്റി പഠിപ്പിക്കണം എന്നുള്ളത്. ഇപ്പം മാഷാ അല്ലാഹ് അവൻ നോക്കുന്നത് LSEയിലേക്കാണ്. എത്തൂലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. LSE, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. അവിടെയാണ് അംബേദ്കർ പഠിച്ചത്, അവിടെയാണ് KR നാരായണൻ പഠിച്ചത്. അങ്ങനെയുള്ള ക്യാമ്പസിലേക്ക് അവൻ നോക്കുന്നു. എത്തൂലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ കൊടുത്ത സ്വപ്നം അതാണ്. അത് ബാക്കിയൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്. നമ്മുടെ മക്കളെ വെച്ച് നമ്മൾ സ്വപ്നം കാണണം. നമ്മുടെ സമൂഹത്തെ വെച്ച് നമ്മൾ സ്വപ്നം കാണണം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ കരങ്ങളിലൂടെ കടന്നു പോകണം. നമ്മൾ അധ്യാപകനല്ലെങ്കിൽ പോലും നമ്മുടെ മണ്ഡലത്തിൽ ആ പ്രക്രിയകൾ നമ്മൾ നടപ്പിലാക്കണം. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പിൻ്റെ ഭാഗം എന്താ? ഈ പറയുന്ന ക്യാച്ച് ദം യങ്, ഈ പറയുന്ന യങ്സ്റ്റേഴ്സിനെ പിടിക്കണം. നമ്മൾ ക്യാമ്പസിലേക്ക് കടക്കണം. നമ്മൾ അത് MSF മാത്രം, MSF എന്നൊക്കെ പറയാൻ ഒരു ഇത് പറയില്ല കേട്ടോ. അതിലുള്ള ആൾക്കാർ കുറേ കാലം നിലനിൽക്കണം. ആ ആവേശത്തിലൊരു MSF ആകുന്നവരുണ്ടാവും. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഒരു കുട്ടിയെ വെച്ചിട്ട് 15 വർഷത്തേക്ക് ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. നിങ്ങൾ KMCC എന്ന് പറയുന്നതിൻ്റെ ലീഡർഷിപ്പ് ഒഴിഞ്ഞാലും നിങ്ങളെ സ്നേഹിക്കുന്ന, അങ്ങനെ ഉണ്ടല്ലോ ഉറുദുവിലൊരു കവിത, നിന്നെ മാനിക്കുന്നു എന്ന് നിനക്കുറപ്പ് വരുന്നൊരു ദിവസം വരും. നിൻ്റെ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോൾ ആയിരങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാകണം. അവരവിടെ ഹാജരായില്ലെങ്കിൽ പോലും, ചിലപ്പോൾ മയ്യത്ത് സ്കരിക്കാനൊന്നും വന്നിട്ടില്ലെങ്കിലും അവർ സമൂഹത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇരുന്നിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ആൾ നിമിത്തമാണ് ഞാനിങ്ങനെ ആയത് എന്ന് കുട്ടികൾ പറയണം. അതിനെന്താ വേണ്ടേ? അറ്റ്ലീസ്റ്റ് തിരൂർ മണ്ഡലത്തിലെങ്കിലും എല്ലാ വർഷത്തിലും നിങ്ങളുടെ പ്രൊജക്റ്റ് പറയാം. ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പിൻ്റെ ഭാഗമായി ഏകദേശം 8ാം ക്ലാസ് മുതൽ അങ്ങോട്ട് ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് വ്യത്യസ്ത ടാർഗറ്റ് കൊടുത്തിട്ട് നിങ്ങൾ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യണം. അതിൽ നിങ്ങൾ സിവിൽ സർവീസിനെ പറ്റിയ ആൾക്കാരെ പെറുക്കിയെടുക്കണം. റഫറൻസ് സ്കില്ലും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും അനലിറ്റിക്കൽ റീസണിങ്ങും ക്രിട്ടിക്കൽ ഇവാലുവേഷനുള്ള കുട്ടികളെ നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് ഡൽഹിയിലേക്ക് പാക്ക് ചെയ്യണം. ഭാവിയിൽ അവർ സിവിൽ സർവീസുകാരായിട്ട് തിരിച്ചു വരട്ടെ. എന്നിട്ട് മൈക്കിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ സിവിൽ സർവീസുകാരനായി എന്ന ചോദ്യത്തിന് ഓൺലി ബിക്കോസ് ഓഫ് KMCC എന്ന് അന്നത്തെ കലക്ടർ പറയട്ടെ. അതുവരേക്കും നമ്മുടെ ദൗത്യം അവസാനിപ്പിക്കുന്നില്ല. അതായിരിക്കണം നമ്മുടെ ഇൻ്റലക്ച്വൽ ഫോം. നമ്മുടെ കുട്ടികളെ, ഈ പറയുന്ന ബേസുള്ള മക്കളെ ആ ഭാഗത്തേക്ക് തിരിക്കലാണ്. ഭാവിയിൽ നിങ്ങൾ തിരൂരിൽ ഒരു പരിപാടി നടത്തുമ്പോൾ, മണ്ഡലം കമ്മിറ്റി നടത്തുമ്പോൾ, ഇവിടെയാകട്ടെ നാട്ടിലാകട്ടെ, ഒരുപാട് യൂണിവേഴ്സിറ്റി, ഞാൻ അന്ന് പറഞ്ഞതുപോലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ പഠിച്ച കുട്ടികൾ കടന്നു വരട്ടെ. ഞാൻ ഇന്നാൾ AP അസ്ലം ഗ്രൂപ്പിൻ്റെ ഇവിടുത്തെ അമീൻ കിബലൊക്കെ പാടുള്ള അവരുടെ കുടുംബ സംഗമത്തിന് പോയി. അവരുടെ കുടുംബ സംഗമത്തിന് പോയിട്ട് ഞാൻ ഒരുപാട് എല്ലാവരും ഉണ്ട്. സംസുഖൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പറയുന്ന അമീൻ കണ്ട് എല്ലാവരും ഉണ്ട്, സമദ് കണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഈ കുടുംബത്തിലെ കുട്ടികൾ പോകേണ്ടത് ഓക്സ്ഫോർഡിലേക്കാണ്, കാംബ്രിഡ്ജിലേക്കാണ്, ടെക്സസിലേക്കാണ്, ഹാർവാർഡിലേക്കാണ് എന്ന കുടുംബത്തോട്, ഓരോ കുടുംബത്തോടും പറയുന്നത് പോലെ അതിനേക്കാൾ ശക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനി ഇവിടെയുള്ള നമ്മുടെ തിരൂരിലെ കുട്ടികൾ കടന്നു പോകേണ്ടത് ഈ പറയുന്ന വലിയ യൂണിവേഴ്സിറ്റികളിലേക്കാണ്. അതിനെന്താ നമുക്ക് ലക്ഷ്യട്ടാൽ എന്തൊരു രസമായിരിക്കും. ഇപ്പോൾ അമീന എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഉസ്താദിൻ്റെ മോളാണ്. ജസ്റ്റ് ഒരു ഉസ്താദിൻ്റെ മോള്. ഉസ്താദുമാരെന്നാണ് വലിയ ആൾക്കാർ, ഞാൻ ജസ്റ്റ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടൊരു മനുഷ്യൻ്റെ മോളാണ്. ഇതിലുണ്ട് അമീനയുടെ നമ്പർ. അമീന എനിക്ക് അയച്ച മെസ്സേജുകൾ നിങ്ങൾക്ക് റീഡ് ചെയ്യാം. ആ പാവം പെൺകുട്ടി ആദ്യമായിട്ട് കേൾക്കുകയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ PG ചെയ്യാമെന്നത്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് അവൾ എന്ത് ചെയ്തു? ഡിഗ്രി ചെയ്തു. ഹാർവാർഡിൽ നിന്ന് PG ചെയ്യാമെന്നത് അവർ കേട്ടു. നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ നാക്കിൽ നിന്ന് കേട്ടു. ആ സാധു മെനക്കെട്ട് അവസാനം അതിൽ സീറ്റ് കിട്ടി. 2 കോടിയൊക്കെ കൊടുത്ത് പഠിക്കേണ്ടുന്ന കോഴ്സിനെ, അല്ലെങ്കിൽ അതിലേറെ അപ്പുറത്തേക്ക് പഠിക്കേണ്ടുന്ന കോഴ്സിനെ ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി ആ കുട്ടി പോവാണ്. എന്നിട്ട് സന്തോഷത്തോടെ വിളിക്കുകയാണ്. ഇതിലുണ്ട് മെസ്സേജസ്.
എന്നിട്ട് ആകെ പോകാനുള്ളത് കുറഞ്ഞൊരു പൈസ വേണം, കാരണം ടിക്കറ്റ് മറ്റത് മറിച്ചതൊക്കെ പാടായിട്ട് കുറച്ച് വിസ പ്രോസസ്സിങ്ങിൻ്റെ അതുപോലും ഇല്ലാതെ ആ പാവം കുട്ടി അമീന എന്ന് പറയുന്ന പെൺകുട്ടി മെസ്സേജ് അയക്കാണ്, സാർ എന്തെങ്കിലും. അന്ന് ഒരു വലിയ സഹായമായിട്ടൊന്നും ചോദിക്കല്ല, നമ്മളത് ഏറ്റെടുത്തു. ഞാൻ വ്യക്തിപരമായി ഏറ്റെടുത്തു എന്ന് പറയല്ല, നമ്മൾക്ക് കുറേ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഏറ്റെടുത്തു. അപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് അമീനമാരുണ്ടാകട്ടെ. ഈ അമീന എന്ന് പറയുന്ന പെൺകുട്ടി കൊണ്ടോട്ടിക്കാരിയാണ്, ഒരു പാവം ഉസ്താദിൻ്റെ മകളാണ്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുമ്പോൾ അങ്ങകലെ US-ലെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജ് എന്നറിയപ്പെടുന്ന ഹാർവാർഡ് മെഡിക്കൽ കോളേജിൽ അവൾ ഇന്ന് സ്റ്റുഡൻ്റായിട്ട് അവൾ പ്രവേശിച്ചിരിക്കുകയാണ്. അമീന എന്ന് പറയുന്ന പാവം പെൺകുട്ടി. ഇതേപോലെ 1000 അമീനമാർ ഈ KMCCയിലൂടെ ജന്മമെടുക്കണം. അപ്പോഴാണ് KMCC ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പായി മാറുന്നത്. ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പ് അതൊരു വ്യക്തികൾക്ക് ചെയ്യുന്നതിന് പരിമിതി ഉണ്ടാകും, ചില വ്യക്തികൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ അത് സംഘടനാ പാടവത്തോടു കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. ഓരോ പഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുത്ത അതാണ് ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പ്. ഇത് മാത്രം പോരാ. ഞാൻ പറയട്ടെ, നിങ്ങളിങ്ങനെ മാസത്തിൽ ഓരോ 2 മാസത്തിലൊക്കെ പരിപാടി നടത്തുന്ന നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്ന കുറേ പൈസ ചിലവാക്കുന്നു. എന്തുകൊണ്ട് നമുക്കിടയിൽ ഒരു പ്രസംഗ മത്സര പരമ്പര തുടങ്ങിക്കൂടാ? നിങ്ങൾ നടത്തേണ്ട പരിപാടിയാണ്. എനിക്ക് നിങ്ങൾ പരിപാടി ഇനി തന്നില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ക്ലബ്ബ് പോലെ ഉണ്ടാക്കിയിട്ട്, ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ എന്നേ അർത്ഥമുള്ളൂ കേട്ടോ, അല്ലെ ക്ലബ്ബിന് നെഗറ്റീവ് അർത്ഥം കൊടുക്കല്ലേ. ഒരു ക്ലബ്ബ് പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊന്ന് റീഡേഴ്സ് ക്ലബ്ബ് ഉണ്ടാക്കിക്കൂടാ? എന്നിട്ട് 20 പുസ്തകങ്ങൾ ഒരു 20 ആൾക്കാർ അതിലുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തുകൂടാ? ആ പുസ്തകത്തെ അധികരിച്ചുകൊണ്ട് സിനാപ്സിസ് എഴുതണം, രത്ന ചുരുക്കം. എന്നിട്ട് ഇതാ പോഡിയത്തിൽ നിന്നുകൊണ്ട് മനോഹരമായിട്ട് പ്രസംഗിക്കണം. പോഡിയത്തിൽ നിന്നുകൊണ്ട് ആ വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, KMCCയുടെ കൂട്ടത്തിൽ നിന്ന് കുട്ടികൾ കടന്നു വരണം. എല്ലാവരെയും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണം. ഇതിൽ കുറേ വിദ്യാർത്ഥികളായി ഇപ്പോൾ ഇറങ്ങിയ കാലഘട്ടത്തിലെ കുട്ടികളുണ്ടാവും, അവരൊക്കെ സംസാരിച്ച് മുന്നോട്ട് വരട്ടെ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ കേട്ടോ, പേഴ്സണാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രസൻറ്റേഷൻ തന്നെയാണ്. അത് പ്രഭാഷണമാകട്ടെ എന്തോ ആകട്ടെ, അത് പ്രസൻറ്റേഷനാണ്. ആ പ്രസൻറ്റേഷൻ സ്കിൽ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കാനുള്ള എളുപ്പവഴി എന്താണെന്നറിയോ? നിങ്ങൾ 50 പേരാണെങ്കിൽ 50 പുസ്തകം ചർവിതം നടത്തി എത്തണമെങ്കിൽ 50 ആഴ്ച കഴിയണം. 1 വർഷം കഴിഞ്ഞ് പോകണം. 1 വർഷത്തിൽ മാസത്തിൽ നിങ്ങൾ വലിയ ട്രെയിനേഴ്സിനെ കൊണ്ടുവന്ന് ട്രെയിനിങ് എടുക്കാതെ കുറേ പ്രഭാഷകരെ കൊണ്ടുവന്നൊക്കെ ചെയ്തു, അതല്ല പറഞ്ഞത്. നിങ്ങൾക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാൻ പുസ്തകങ്ങൾ കൈമാറും. ഉദാഹരണത്തിന് ഇപ്പോൾ നാസർ ഭായ് ഏറ്റെടുത്തത് അസുരവിത്ത് എന്ന് പറയുന്ന നോവലാണെന്ന് വിചാരിച്ചോ, സാഹിത്യമാണ് ചർച്ച. ഒരാൾ ഏറ്റെടുത്തത് എന്താണ്? ഷേക്സ്പിയറിൻ്റെ ഡ്രാമയായിട്ടുള്ള മാക്ബത്താണെന്ന് വിചാരിച്ചോ. ഇപ്പുറത്തുള്ള ആൾ ജൂലിയസ് സീസർ ഏറ്റെടുത്തെന്ന് വിചാരിച്ചോ. അപ്പുറത്തുള്ള ആൾ ചങ്ങമ്പുഴയുടെ കവിത ഏറ്റെടുത്തെന്ന് വിചാരിച്ചോ. ഇപ്പുറത്തുള്ള ആൾ MTയുടെ മഞ്ഞ് ഏറ്റെടുത്തെന്ന് വിചാരിച്ചോ. അപ്പുറത്തുള്ള ലോകത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട OV വിജയൻ്റെ പിന്നെ ഖസാക്കിൻ്റെ ഇതിഹാസവും ധർമ്മപുരാണവും ആ ഘോഷയാത്രയിൽ തനിയെ പോലെയുള്ള പുസ്തകമാണെന്ന് വിചാരിച്ചോ. അപ്പുറത്ത് ഉറൂബിൻ്റെ പുസ്തകമാണെന്ന് വിചാരിച്ചോ. ഇപ്പുറത്ത് കമലാസുരയ്യൻ്റെ പുസ്തകമാണെന്ന് വിചാരിച്ചോ. ഞാൻ പറയുന്നു, 50 പുസ്തകങ്ങൾ വായിച്ച് 50 ആളുകൾ 5 മിനിറ്റ് പ്രസൻറ്റേഷൻ നടത്തിയാൽ ആ പുസ്തകത്തിൻ്റെ കംപ്ലീറ്റ് രത്ന ചുരുക്കം നമുക്ക് കിട്ടും. അങ്ങനെ 50 പുസ്തകത്തിൻ്റെ വിവരം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് തലയിലേക്ക് കയറ്റാൻ പറ്റും. അതിനെയാണ് ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പ് എന്ന് പറയാം. ആ ലീഡർഷിപ്പിലേക്ക് നിങ്ങൾ എത്തണം. എന്നിട്ട് ഭാവിയിൽ തിരൂർ മണ്ഡലത്തിൽ നിന്ന് ഈ KMCCയുടെ ആരെങ്കിലും ഒരാൾ പാർലമെൻറ്റിൽ എത്തിയെന്ന് വിചാരിക്കുക. ആ വിചാരിക്കുന്ന സമയത്ത് പണ്ട് ബനാത്തുവാല സാഹിബ് പ്രസംഗിച്ചതുപോലെ അന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴോ ഇങ്ങനെ ഞാനൊരിക്കൽ കണ്ടതാണ് നേരിട്ടിട്ട്. പ്രസംഗിക്കുന്ന സമയത്ത് അപ്പുറത്തുള്ള BJP അന്ന് 2-3 ആൾക്കാരെ ഉള്ളവർക്ക് ശക്തമായി പറയുമ്പോൾ ആ സ്പീക്കർ GMനോട് ഇരിക്കാൻ വേണ്ടി പറയുമ്പോൾ GM പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുമ്പോൾ, യു കനോട്ട് സ്റ്റോപ്പ് മീ ബിക്കോസ് ഐ എം ദ വോയിസ് ഓഫ് മൈ സൊസൈറ്റി. ഞാൻ എൻ്റെ സമൂഹത്തിൻ്റെ ശബ്ദമാണ്, നിങ്ങൾക്ക് എന്നെ നിർത്താൻ കഴിയില്ല. യു കനോട്ട് സ്റ്റോപ്പ് മീ ബിക്കോസ് ഐ എം ദ വോയിസ് ഓഫ് മൈ സൊസൈറ്റി. ഐ എം ദ വോയിസ് ഓഫ് മൈ സൊസൈറ്റി. എൻ്റെ സമൂഹത്തിൻ്റെ ശബ്ദമാണ് ഞാൻ എന്ന് GM ബനാത്തുവാല സാഹിബ് പറഞ്ഞതുപോലെ ഈ തിരൂർ മണ്ഡലത്തിൽ നിന്നും ആളുകൾ പറയുന്ന ഇൻ്റലക്ച്വൽ ബാക്കപ്പുള്ള കുട്ടികൾ വളർന്നു വരണം. അവർ ചിലപ്പോൾ പാർലമെൻറ്റിലേക്ക് എത്തിയില്ലെങ്കിലും സമൂഹത്തിന് വേണ്ടി ഈ കാണുന്ന ആളുകളിലേക്ക് എത്തിത്തുടങ്ങണം, നഗരങ്ങളിലേക്ക് എത്തിത്തുടങ്ങണം. അതിനുവേണ്ടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഈ പറയുന്നതൊക്കെ. മറ്റൊന്ന് ഇമോഷണൽ ലീഡർഷിപ്പാണ്. ഇമോഷണൽ എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ വേദനകൾ ഏറ്റെടുക്കലാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അങ്ങകലെ ഇതാ ഒന്നാകെ വെള്ളം തുരുത്തുപോലെ അല്ലെങ്കിൽ ഒരു സെയിലേ റവാ ഹമാര, ഈ മലവെള്ളപ്പാച്ചിൽ എന്ന് പറയുന്ന കവിതയിൽ കേൾക്കുന്നത് പോലെ മലവെള്ളപ്പാച്ചിൽ പാഞ്ഞ് പാഞ്ഞ് ആളുകൾ മയ്യത്തും കൊണ്ടിങ്ങനെ മയ്യത്ത് ഒലിച്ചു പോകുന്നത് കണ്ടപ്പോൾ ഒരൊറ്റ വിളിയേ വന്നിട്ടുള്ളൂ. ആ വിളിയിൽ ഉടനെ തന്നെ ആയിരക്കണക്കിന് ആളുകളെ സന്നാഹമായി കൊണ്ടുചേർന്ന് ഉടനെ തന്നെ വയനാട്ടിൽ എത്തിച്ചിട്ടുള്ള ആ സംഘടനയുടെ പേരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. അവിടെ ഇൻ്റലക്ച്വലായി നോക്കി നിന്നില്ല, പോയാൽ ഞങ്ങൾ അതിൽ ഒഴുകിപ്പോകുമോ എന്നവർ ചിന്തിച്ചില്ല.
ആളുകളുടെ വേദനക്കൊപ്പം നിന്നാൽ ഞാൻ എങ്ങനെയായി പോകുമോ എന്ന് ചിന്തിച്ചില്ല. ഉടനെ തന്നെ ആളുകളുടെ നൊമ്പരത്തിൻ്റെ കൂടെ നിന്നു. ഈ പറയുന്ന KMCC, ഈ പറയുന്ന യൂത്ത് ലീഗും, ഈ പറയുന്ന വൈറ്റ് ഗാർഡും ഒക്കെ, ദാറ്റ് ഈസ് ഇമോഷണൽ ടച്ചിങ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇമോഷണൽ ടച്ചിങ്, മനുഷ്യന് വേണ്ടി ഇമോഷണലി ചെയ്യാൻ പറ്റണം. അതിൽ എല്ലാവരും ഒരുപോലെ സ്നേഹമുള്ളവരാണെന്ന് നമുക്ക് ബോധ്യപ്പെടണം. എല്ലാവരും സ്നേഹമുള്ളവരാണെന്ന്. ഞാൻ നേരത്തെ എന്തിനാ നിങ്ങളോട് നെറ്റിയിൽ ചുംബിക്കാൻ പറഞ്ഞെന്നറിയോ? നിങ്ങൾ അടുത്ത കാലത്തൊന്നും ചുംബിച്ചിട്ടുണ്ടാവില്ല. നമ്മളാകെ ചുംബിക്കലെന്ന അങ്ങനെ പറഞ്ഞോട് നിങ്ങൾക്കൊന്നും തോന്നുന്നു. ഒന്ന് വാപ്പ മരിച്ച വാപ്പാൻ്റെ അറ്റത്ത്, അല്ലെങ്കിൽ ഉമ്മ മരിച്ച ഉമ്മാൻ്റെ നെറ്റത്ത്. യാത്ര പോരുമ്പോൾ പോലും ചിലപ്പോൾ ഉമ്മാക്ക് സലാം കൊടുത്തു പോലും ഉമ്മാൻ്റെ നെറ്റത്ത് നമ്മൾ ചുംബിക്കാറില്ല. നെറ്റിയിൽ ചുംബിക്കുന്നത് സ്നേഹത്തിൻ്റെ അദമ്യമായൊരു പ്രകടനമാണ്. നമ്മൾ പരസ്പരം നെറ്റിയിൽ ചുംബിച്ച് സ്നേഹത്തോടെ പുൽകുന്നത് നമ്മൾ ഇമോഷണലി ഒന്നാണ് എന്ന് തോന്നിപ്പിക്കാനാണ്. ദയവ് ചെയ്ത് ഭാവിയിൽ നിങ്ങൾ എന്തായാലും ഞാൻ പറയാണ്, ഒരിക്കലും പാനൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടായിക്കോളിൻ. അതിന് ഒരാളെ ഇങ്ങോട്ടാക്കി അങ്ങോട്ടാക്കി ഞണ്ടിൻ്റെ പണി നമ്മൾ എടുക്കരുത്. ഈ ജീവനുള്ള ഞണ്ടുകളൊരു കുടുക്കി കൊണ്ടാക്കിയാൽ ഞണ്ടിങ്ങനെ കയറുമ്പോഴത്തേന് അടുത്ത ഞണ്ട് വലിച്ച് താഴത്ത് കണ്ടിടും. ദയവ് ചെയ്തിട്ട് ഇവിടെയുള്ള 2 മിനിറ്റ് പ്രസംഗം എന്ന് പറഞ്ഞത് ഒരു 5 മിനിറ്റ് വരെ കായെന്ന് വിചാരിച്ചിട്ട് അയാളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയരുത്. നിങ്ങൾ ഇറിറ്റേഷൻ കാണിക്കരുത്. പക്ഷേ ആളെന്താക്കരുത്, ഈ മറ്റേ അപസ്മാര രോഗികളെ കയ്യിൽ താക്കോലിട്ടാൽ പിന്നെ വിടൂല എന്നാണ്. അപസ്മാരം തീരുന്ന വരെ വിടൂലല്ലോ, മുറിച്ച് നിൽക്കലാണ്. അപ്പം അങ്ങനെ ആകാനും പാടില്ല. എന്നാൽ നമ്മൾ അതിനെന്താക്കാൻ പാടില്ല. നമുക്ക് പ്രസംഗിക്കാൻ അറിയില്ല എന്നതുകൊണ്ട് പ്രസംഗിക്കുന്നവരെ നമ്മൾ എന്താക്കരുത്. മനസ്സിലാവുണ്ടോ? നമുക്ക് 2 വാക്ക് പറയാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് പറയുന്നവരെന്താക്കരുത്. ഒരാൾ പാട്ടാടാമെന്ന് നല്ലപോലെ പാടിയാൽ എൻ്റെ ഒരു പാട്ട് അങ്ങനെയല്ല, പ്രൊമോട്ട് ചെയ്യണം. നമ്മൾ കൈ കൊടുക്കണം. നമ്മൾ ഉഷാറായിട്ട് എന്താക്കണം, കൈ പിടിച്ച് കുലുക്കണം. അത് വല്ലാത്തൊരു ക്വാളിറ്റിയാണ്. കഴിഞ്ഞില്ലേ? സമയം കഴിഞ്ഞു. ഫുഡിൻ്റെ ആൾക്കാരാണ്. അത് ശരി, ഫുഡ് കൊടുക്കാരായി എന്നർത്ഥം. എന്നാൽ ഞാൻ നിർത്തുകയാണ്. അപ്പം ഞാൻ പറയുന്നത് ഇമോഷണലി ഉറപ്പല്ലേ ഉണ്ടാവുമോ? അപ്പം എന്താ വേണ്ടത്? ഇമോഷണലിൻ്റെ ഭാഗമാണ്. ഇതാ ശ്രദ്ധിച്ചോ, തിരൂർ മണ്ഡലത്തിലെ കുറേ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുമ്പോൾ, ഇപ്പം ഈ അടുത്തിടെ കുഞ്ഞുമോനെ മജീദെ, നമ്മുടെ അവിടുത്തെ ഹാളുണ്ടല്ലോ, എന്താ പറയുക, നമ്മുടെ സ്ക്വയർ, നല്ല നമ്മളെ കുട്ടിലങ്ങാടിത്തെ സ്ക്വയറിലൊരു പരിപാടി നടക്കാൻ പോവുകയാണ്. മാഷാ അല്ലാഹ്, ഞാനാണ് അതിൽ ഗസ്റ്റായിട്ട് സംസാരിക്കും. എനിക്ക് ആ പരിപാടി ഭയങ്കര ഇഷ്ടമായി. ലോകത്തിൻ്റെ എവിടെയാണെങ്കിൽ ഞാൻ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പരിപാടി എന്നറിയാം? അതായത് ഇവർ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, പോയിട്ട് വികലാംഗരെ പോയി കണ്ടു. ഡിഫറെൻ്റ്ലി ഏബിൾഡായ ആൾക്കാരെ. അവർക്ക് ഫുഡ് കൊടുക്കാനും അവർക്ക് കിറ്റ് കൊടുക്കാനൊക്കെ വേണ്ടി പോയതാണ്. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചു, ഞങ്ങൾക്ക് കിറ്റ് തരാനും ഭക്ഷണം തരാനൊക്കെ ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് കല്യാണം വേണമെന്ന് ആരും ചോദിക്കാറില്ല. വികലാംഗരായ ആൾക്കാർക്ക് കല്യാണം വേണമെന്നാരും അതവരുടെ മനസ്സിൽ കൊണ്ടു. നമ്മളെ കുറച്ച് സുഹൃത്തുക്കളാണ്. അങ്ങനെ അവരിപ്പോൾ പ്രഖ്യാപനം നടത്തി വാട്സപ്പിലൂടെ ആക്കി. 4000 ആൾക്കാരുണ്ട് അത്രേ. എവിടെ? നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഹാൻഡിക്യാപ്ഡായ ആൾക്കാർ. അവരെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. അതിൽ 2000 ആൾക്കാരെങ്കിലും അന്ന് കൂടുന്നാണ് വിചാരിക്കുന്നത്. 2000 ആൾക്കാരെ കൂടിയാൽ അവരന്ന് എണ്ണകളെ കണ്ടെത്താൻ പോവുകയാണ്. അവരെ പരസ്പരം കാണും. ആ കാണുന്നവരെ പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ പോവുക. പെണ്ണ് കാണൽ ചടങ്ങാ സത്യത്തിൽ അന്ന്. ഹാളുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കും ആര്? ഹാൻഡിക്യാപ്ഡായ ആൾക്കാർ. എന്നിട്ട് അവർക്ക് കല്യാണം നിശ്ചയിക്കും. അതിൽ ഒരാൾ അയാളുടെ മകളുടെ വിവാഹത്തിൻ്റെ ദിവസം 20 ആളുകളെ കെട്ടിക്കാമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് 20 ആൾക്കാരെ കെട്ടിക്കണമെങ്കിൽ 100 ആം പണ്ടം വേണം. കാരണം ഈ പയ്യനും എന്താക്കാൻ പറ്റില്ല, അവന് വികലാംഗനല്ല, അവനൊരു പവൻ മഹർ കൊടുക്കണം. ഇപ്പുറത്ത് 4 പവനെങ്കിലും പെൺകുട്ടി കൊടുക്കണം. അപ്പോൾ 5 പവൻ അതിൻ്റെ ആഭരണം, ഇതൊക്കെയാണ് ചിലവ്. ഒരാൾ 10 ആൾക്കാരെ കെട്ടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളല്ലേ ചെയ്യേണ്ടത്, ആണോ അല്ലേ? ആ ഏരിയക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടുണ്ടോ? വല്ലാതെ നമ്മളത് എത്തിയിട്ടില്ലല്ലോ. നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്തു തുടങ്ങണം. ചെയ്യുമോ? ഇനിയുണ്ടാവും വികലാംഗർ, ഇനിയുണ്ടാവും അന്ധന്മാരായ ആളുകൾ. ഇവിടെ ഇപ്പോൾ നേരത്തെ എൻ്റെ പ്രൊഫൈൽ വായിച്ചപ്പോൾ ഒരൊറ്റ സംഭവം ഉണ്ടായിട്ടുള്ളൂ. വലിയ പ്രൊഫൈലൊന്നും അല്ല അത്. പിന്നെ അന്ധനായൊരു കുട്ടി, ഹാഫിളാണ്, തിരുവനന്തപുരത്തേക്ക്, കൊല്ലത്തുകാരനാണ്. ആ കുട്ടി എന്നെ വിളിക്കുകയാണ്, എനിക്ക് കഅബ ഒന്ന് കാണണം എന്ന്, എനിക്ക് കാണാൻ പറ്റുമല്ലോ, ഒന്ന് പോയി തൊടണം എന്നുണ്ട്, നിങ്ങൾ എന്നെ സഹായിക്കുമോ? ജസ്റ്റ് ചോദിക്കാൻ. നമ്മളതിൻ്റെ ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന. ആ കുട്ടി ഉംറക്ക് പോകും. തിരിച്ചെത്തിയപ്പോഴാണ് മനസ്സിലായത് അവന് അന്ന് ക്ലാസ് എടുക്കാൻ പറ്റും, ഖുർആനൊക്കെ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഓൺലൈനിലൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു സ്ഥാപനം നമുക്ക് തുടങ്ങാം, കൊല്ലം ബേസ് ചെയ്തിട്ട് തുടങ്ങാൻ. അവന് കൊല്ലത്ത് നിന്നുകൊണ്ട് നീങ്ങാൻ പറ്റില്ല. മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള സ്ഥലമാണ് ഏത്? കൊല്ലം, മുസ്ലിംസ് ഉള്ളത്. കൊല്ലത്ത് അവൻ തുടങ്ങാൻ പോവാണ്. അതിൻ്റെ ബേസ്മെൻ്റൊക്കെ ആയി തുടങ്ങി. നമുക്കെന്തുകൊണ്ട് ഏറ്റെടുത്തുകൂടാ? ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇറ്റ് ഈസ് ഇമോഷണൽ ലീഡർഷിപ്പ്. ഇങ്ങനെ സ്ഥായിയായിട്ട് അന്ധന്മാർക്ക് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വികലാംഗർക്ക് വേണ്ടിയിട്ട്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഇമോഷണലി ചെയ്യുന്നതിൻ്റെ പേരാണ് ഇമോഷണൽ ലീഡർഷിപ്പ്.
ചെയ്യോ ഇൻഷാ അല്ലാ? ആരോടാ പറഞ്ഞത്? ചെയ്യൂലേ? ഒന്ന് ഉറക്കൊന്ന് ഇൻഷാ അല്ലാ പറഞ്ഞാണെങ്കിൽ ഇൻഷാ അല്ലാ സജീവാവൂല എല്ലാവരും. ലാസ്റ്റ് വൺ ഞാൻ അവസാനിപ്പിക്കുന്നു. സ്പിരിച്വൽ ലീഡർഷിപ്പ്. എന്താണ്? ഇതൊക്കെ പറഞ്ഞിട്ടും നമുക്ക് നിസ്കാരമില്ല, നമുക്ക് നോമ്പില്ല, നമുക്ക് കാര്യങ്ങളില്ല. ഇങ്ങനെ പോകരുത്. നമുക്ക് ആത്മീയമായൊരു സരണി ഉണ്ടാകണം. ആ ലൈനിലേക്ക് ആളുകളെ വിളിച്ചു ചേർക്കണം. എന്ന് വെച്ചാൽ മുസ്ലിമീങ്ങളായ ആളുകളെ ടാർഗറ്റ് ചെയ്ത് പ്രത്യേകിച്ച് നിങ്ങൾ എന്തുണ്ടാക്കണം? വലിയ ഫോറം ഉണ്ടാക്കണം, ഇൻ്റലക്ച്വൽ ഫോറം. എന്തിനെന്നറിയോ? സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരുപാട് IITians PhD കഴിഞ്ഞിറങ്ങി, PhD കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങി IITians അല്ലെങ്കിൽ അതുപോലെയുള്ള കുട്ടികൾ ഇറങ്ങിയപ്പോൾ പഴയ വാദക്കാരൊക്കെ പിന്നോട്ട് പോയിരിക്കുന്നു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പണ്ട് സയൻസ് പറഞ്ഞിട്ട് അള്ളാനെ പരിഹസിച്ചിരുന്ന പല ആൾക്കാരുണ്ടായിരുന്നു കേരളത്തിൽ. ജബ്ബാർ മാഷ പോലെ ഇന്ന് പല ആൾക്കാർ ഉൾവലിഞ്ഞു. കാരണം അവർ പറയും LP സ്കൂൾ അധ്യാപകരാണ്. എന്നാൽ ഇപ്പോൾ അതിന് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് PhD-കാരാണ് ഇവിടുത്തെ IIT നിന്ന് കഴിഞ്ഞിട്ടില്ല. കാരണം അവരെ സയൻസിലേക്ക് എന്തായാലും ഇവർക്ക് എത്താൻ പറ്റില്ലല്ലോ. ദാറ്റ് ഈസ് ഇൻ്റലക്ച്വൽ ഫോറം. അങ്ങനെ സ്പിരിച്വൽ കോൺസെപ്റ്റിൽ നമ്മൾ എന്താക്കണം? എത്തണം. അപ്പോൾ നമ്മൾ സ്പിരിച്വലി ഉയരണം, ഇമോഷണലി ഉയരണം, ഇൻ്റലക്ച്വലി ഉയരണം, ഫിസിക്കലി ഉയരണം. റെഡിയല്ലേ? ഇന്നിപ്പോൾ ഏതൊക്കെ തുടങ്ങിയേക്കും? ഒന്ന് പറഞ്ഞാട്ടെ. സമയം കഴിഞ്ഞു പോയി. ഒന്ന് പറഞ്ഞാട്ടെ ഏതൊക്കെ? ഒന്ന് ഫിസിക്കലി ഉയരണം. ഉറപ്പല്ലേ? ആർ യു റെഡി ഫോർ ദാറ്റ്? പോരാണ്ട് കുലുങ്ങട്ടെ. ആർ യു റെഡി? ഫിസിക്കലി ഉഷാറാകണം നമ്മൾ. ഉറപ്പല്ലേ? നമ്പർ 2, ബാക്കി അല്ല തീരുമാനിച്ചോട്ടെ എന്താക്കേണ്ടി എന്നുള്ളത്. നമ്പർ 2, ഇന്റലക്ച്വലി ടോപ്പ് ആവണം നമ്മൾ സമൂഹത്തിന് വേണ്ടി. അല്ലാതെ ഇന്റലക്ച്വലി നമ്മളാണ്ട് ഉഷാറായിട്ട് നമ്മളിങ്ങനെ ടോപ്പായി മാറലല്ല. നമ്മൾ സമൂഹത്തിന് വേണ്ടി ഇന്റലക്ച്വൽ ആകണം. ആർ യു റെഡി? പോരാ. ആർ യു റെഡി? നമ്പർ 3, ഇമോഷണലി ലീഡറാകണം നമ്മൾ. സമൂഹത്തിന് വേണ്ടി പച്ചയായ വേദനകൾ ഏറ്റെടുത്ത് അവരെ ലീഡ് ചെയ്യുന്ന ആൾക്കാർ. ആർ യു റെഡി? സ്പിരിച്വലി ഏത് നട്ടപ്പാതിര നേരത്താണെങ്കിലും നിസ്കാരം ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രശ്നമേ ഇല്ല. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാകണം. കൂടുതൽ നമ്മൾ പരസ്യപ്പെടുത്തണമെന്നില്ല. നമ്മൾ നമ്മുടേതായ ജോലി ചെയ്ത് മുന്നോട്ട് പോകണം. എല്ലാം ആരിലേക്ക് നൽകണം? എല്ലാം ആരോട് ചോദിക്കണം? ഏറ്റവും കൂടുതൽ ആരിലേക്ക് തിരിയണം? ഉറപ്പല്ലേ? ആർ യു റെഡി? ആർ യു റെഡി? ഈ 4ഉം ഫിനിഷ് ആകുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ പറയുന്ന ലീഡേഴ്സ് ആകുന്നത്. ഉറപ്പല്ലേ? പിന്നീട് നിങ്ങളൊരു ക്യാമ്പ് വെക്കണം. എപ്പോഴെങ്കിലും 16 ടൈപ്പ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഈ ഇരിക്കുന്നവരൊക്കെ ആ 4ന് വകഭേദം നിലക്കിയിട്ട് ഇപ്പം ചിലർക്ക് അറിഞ്ഞൂടെ അതിൽ ഏതാപ്പം ഞാനെന്ന്. അതിന് വീണ്ടും 4 തിരിക്കും. ENTJ, EFTJ, ERTJ, ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അത് നമ്മളുമായി ബന്ധപ്പെട്ടതല്ല. അത് റൈറ്റേഴ്സിൻ്റെ അങ്ങനെയൊക്കെ തിങ്കേഴ്സിൻ്റെ ഒക്കെ ലോകമാണ്. ഏതായിരുന്നാലും ശരി, ഈ ഭാഗങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയിട്ട് നമുക്കൊരു ട്രെയിനിങ് നടത്തണം. എന്നിട്ട് കാലിബ്രേറ്റ് ചെയ്യണം. പ്രസംഗിക്കാൻ പറ്റാത്തവരൊക്കെ പ്രസംഗിക്കണം. അതിനെ ചിന്തിക്കാൻ പറ്റാത്തവരൊക്കെ ചിന്തിക്കണം. വായിക്കാൻ പറ്റാത്തവരൊക്കെ വായിച്ചു തുടങ്ങണം. ഉയരാൻ പറ്റാത്തവരൊക്കെ ഉയർന്നു തുടങ്ങണം. ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റാത്തവരൊക്കെ അതിലേക്ക് എൻട്രി ചെയ്യണം. തൻ്റെ കരിയറിൽ ഒരുപാട് പ്രൊമോഷൻ നടത്തിയിട്ട് മുന്നോട്ട് പോകണം. ആരും നിരാശയോടുകൂടി ഇരിക്കരുത്. റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു ലോകം തീർക്കണം. അങ്ങനത്തെ ലീഡേഴ്സായി മാറാൻ തിരൂർ മണ്ഡലം തയ്യാറാണ്. ആ മണ്ഡലത്തെ മൊത്തത്തിൽ വാർത്തെടുക്കാൻ ഞങ്ങളുണ്ടാകും എന്ന അർത്ഥത്തിൽ ഒന്നങ്ങോട്ട് എഴുന്നേറ്റാട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങൾ ചെയ്യുന്ന ആലിംഗനത്തിന് ഒന്നും കൂടി കരുത്തുണ്ടാവണം. ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് ആലിംഗനം ചെയ്താട്ടെ. ഒന്നും കൂടി അടുത്തായിട്ട് എല്ലാവരും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നെറ്റിയിൽ ഓരോ ചുംബനം കൂടി കൊടുത്താട്ടെ ഇൻഷാ അല്ലാഹ്. ഏറ്റവും മനോഹരമായിട്ട്. ചിലപ്പോൾ എണ്ണി മയൊക്കെ ഉണ്ടാവും. പക്ഷേ സ്നേഹത്തിൻ്റെ ഇതിലൊക്കെ അങ്ങോട്ട് പോട്ടെ. ചിലപ്പോൾ അപ്പുറത്ത് മുട്ടയായിരിക്കും. അതൊന്നും കാര്യമാക്കണ്ട. ഇൻഷാ അല്ലാഹ് പരസ്പരം സ്നേഹിച്ച് ഇൻഷാ അല്ലാഹ് തിരൂർ മണ്ഡലത്തെ അതിശക്തമായി ഉയർത്താൻ ഫിസിക്കലി, ഇന്റലക്ച്വലി, ഇമോഷണലി, സ്പിരിച്വലി. ആർ യു റെഡി? ഒന്ന് കയ്യൊന്ന് ഉയർത്ത്. ആർ യു റെഡി? ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്, ജയ് KMCC. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാങ്ക്വിൻ എന്നാണ് അതിന് പറയുക. 4-മത്തിന് സാങ്ക്വിൻ. അവരാണ് യഥാർത്ഥ സോഷ്യൽ ലീഡേഴ്സും യഥാർത്ഥ പൊളിറ്റിക്കൽ ലീഡേഴ്സും ആകേണ്ടത്. സാങ്ക്വിൻ എന്ന് പറഞ്ഞാൽ അവർ വളരെ ഡിപ്ലോമാറ്റിക് ആയിരിക്കും, ഇൻ്റലിജൻ്റ് ആയിരിക്കും, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവരായിരിക്കും, സമൂഹത്തെ നെഞ്ചിൽ ചേർത്തിട്ട് സമൂഹത്തിൻ്റെ നേതാക്കളായി മാറും. അവരെ വിളിക്കുന്ന പേരാണ് സാങ്ക്വിൻ. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ഏതെങ്കിലും ക്യാമ്പിൽ വിസ്തരിച്ച് ചർച്ച ചെയ്യാം. അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഏതൊക്കെ പറഞ്ഞ 4 ഒന്ന് പറഞ്ഞാട്ടെ. അതല്ല, ആദ്യം പറഞ്ഞ മെലങ്കളിക്, പിന്നെ കോളറിക്, പിന്നെ ഫ്ലഡ്ബാക്ക്, പിന്നെ സാങ്ക്വിൻ. എന്താണ് സാങ്ക്വിൻ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സാങ്ക്വിനായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലാസ്റ്റ് പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടി ചെയ്യുന്ന ആളാണ് ഏത്? സാങ്ക്വിൻ എന്ന് പറയുന്ന ആള്. ലൈവ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കമ്മിറ്റിയുടെ ട്രഷറർ ശ്യാമുട്ടിക്കാരനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവരും ഫുള്ളി ചാർജഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതിനൊന്നും ഭംഗം വരുത്തണില്ല. ദുബൈ KMCC തിരൂർ മണ്ഡലം സംഘടിപ്പിച്ച
ഡോക്ടർ സുലൈമാൻ മേപ്പത്തൂർ നേതൃത്വം നൽകിയ ഇംബൈബ് പ്രോഗ്രാം വളരെ ഭംഗിയായി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകളെയും മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും നമ്മുടെ സംഘടനയ്ക്കും കരിയറിലും എല്ലാം അത് നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള മാറ്റങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള പല പ്രോഗ്രാമുകളും ദുബൈ KMCCയുടെ തിരൂർ കമ്മിറ്റിയുടെ പൈപ്പ് ലൈനിലുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഓരോന്നും നമുക്ക് തീർക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ഈ ചടങ്ങിന് നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മുടെ ട്രെയിനർ ഡോക്ടർ സുലൈമാൻ മേപ്പത്തൂർ അദ്ദേഹത്തിനുള്ള നന്ദിയും കടപ്പാടും ദുബൈ KMCC തിരൂർ മണ്ഡലത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടകൻ മുഹമ്മദ് പട്ടാമ്പി, നമ്മുടെ അധ്യക്ഷൻ നൗഷാദ് പറവണ്ണ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന KMCCയുടെ സ്റ്റേറ്റ്, സംസ്ഥാന, ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് ഭാരവാഹികളെ, എൻ്റെ സഹപ്രവർത്തകരെ, എല്ലാവർക്കും ഈ പ്രോഗ്രാമിനെത്തിയ എല്ലാവർക്കും ദുബൈ KMCC തിരൂർ മണ്ഡലത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ പരിപാടി പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.